മുന്നേ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പാൽക്കൊഞ്ച്. എനിക്കന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതിന് ഇൻസ്പയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ഗാർലിക് പ്രോൺസ് റോസ്റ്റ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീനെ നല്ലൊന്ന് കഴുകി ഉപ്പ്, മഞ്ഞൾ, മുളക്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ടൈമും കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കാം കേട്ടോ. ഞാൻ കലക്കി പറഞ്ഞ അപ്പാട്ടോ ഉണ്ടാക്കുന്നത്. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന പോലെയല്ല, ഞാൻ അരിപ്പൊടിയും കൊണ്ട് ഒരു വേറെ തരത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അത്യാവശ്യത്തിന് പൊടി, കുറച്ച് റവ, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്യുക. കുറച്ച് ജീരകം കൂടെ ഇടണം കേട്ടോ. ഗ്രേറ്റ് ചെയ്യല്ല, ഗ്രൈൻഡ് ചെയ്യുക. വാക്കുകളൊക്കെ മാറിപ്പോണം, കുറേ അല്ലേ വീഡിയോ ചെയ്തിട്ട്. നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. അത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബട്ടറിൽ നമ്മുടെ ഈ ചെമ്മീനൊക്കെ ഒന്നിങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളൊരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ കൊടുക്കാൻ തന്നെ കുറച്ച് ചെറുതായി എരിഞ്ഞ് ഗാർലിക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ചെമ്മീനൊന്ന് കുക്കായി വന്നാൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ലോണം നിങ്ങൾ അതിലിങ്ങനെ തിളച്ച് കുക്ക് ചെയ്യുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ വേറെ തക്കാളിയോ ഉള്ളിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. ആ ഒരു തേങ്ങാപ്പാലൊന്നിങ്ങനെ കുറുകി വന്നാൽ നമ്മുടെ ഗാർലിക് റോസ്റ്റ് റെഡി കേട്ടോ. അയ്യോ, ഗാർലിക് റോസ്റ്റ് അല്ല, ചെമ്മീൻ റോസ്റ്റ് റെഡി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ അപ്പം ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കാം. നമ്മൾ റവ ചേർത്തത് കൊണ്ട് അടി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ചട്ടിയിൽ നിന്ന് ഈസി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി എന്താ, നല്ല അപ്പത്തിൻ്റെ കൂടെ നല്ല ചൂടോടെ ആ ഒരു പ്രോൺസിൻ്റെ റോസ്റ്റും കൂട്ടി അങ്ങോട്ട് കഴിക്കുക. അടിപൊളിയാണ് കേട്ടോ.